ആമേൻ. ഹല്ലേലൂയ. ഈ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാൻ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരാ, ദൈവത്തിനായി ജീവിക്കാം. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. നന്മയ്ക്കായി മാത്രം യേശു ചെയ്യുന്നെല്ലാം, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? നന്മയ്ക്കായി മാത്രം യേശു ചെയ്യുന്നെല്ലാം, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാൻ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരാ, ദൈവത്തിനായി ജീവിക്കാൻ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാൻ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരാ, ദൈവത്തിനായി ജീവിക്കാം. ഹല്ലേലൂയ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. ആമേൻ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളത് 10,000 അത്രേ. ഹല്ലേലൂയ. ആമേൻ. സ്തുതിച്ച് ആമേൻ സ്തുതിയും സ്തുതി സ്തോത്രങ്ങൾ ആമേൻ നാം അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ ആമേൻ അധരബലി എന്ന ഈ സ്തോത്രയാഗം നാം അർപ്പിക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ചെറുതും വലിയതുമായ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് എപ്പോഴും നാം ദൈവത്തെ അധരം തുറന്ന് ദൈവത്തോട് സ്തോത്രം പറയണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹന്ന താൻ അനുഭവിക്കുന്ന നിന്ദയും താൻ അനുഭവിക്കുന്ന ക്ലേശവും ദൈവസന്നിധിയിൽ വന്ന് അവൾ സ്തോത്രം ദൈവസന്നിധിയിൽ തൻ്റെ ഭാരങ്ങളെ എല്ലാം ഹല്ലേലൂയ ഇറക്കി വെച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോട് തൻ്റെ ആവശ്യം ഭാരം അറിയിച്ചു. താൻ മച്ചിയാണെന്നുള്ള കാര്യം സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥന കേട്ട് ദൈവം സ്തോത്രം അവളുടെ ഗർഭത്തെ ദൈവം തുറന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. സ്തോത്രം അടഞ്ഞിരിക്കുന്ന സകലതും നമുക്ക് വേണ്ടി ദൈവത്തിന് തുറക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവളുടെ ഗർഭത്തെ തുറന്ന ദൈവം നമ്മുടെയും സ്തോത്രം അടഞ്ഞിരിക്കുന്ന വാതിലുകൾ സ്തോത്രം നമുക്ക് വേണ്ടി തുറക്കണമെങ്കിൽ നാം സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 145:19 പ്രകാരം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ സാധിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അത് സ്വർഗം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. അവരുടെ നിലവിളി കേട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ ആമേൻ ദൈവത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്
ആമേൻ നിശ്ചയമായും സ്വർഗം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അത് ഏത് അടയപ്പെട്ട വിഷയമായിക്കൊള്ളട്ടെ, ആമേൻ സാധ്യതയില്ലാത്ത വിഷയമായിക്കൊള്ളട്ടെ, ആമേൻ പ്രത്യാശയില്ലാത്ത ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിഷയമായിക്കൊള്ളട്ടെ, അതിനകത്ത് പുതുജീവൻ നൽകുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരും. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ ലഭിക്കുന്ന സമയങ്ങൾ, രാത്രിയുടെ യാമങ്ങൾ ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം നിൻ്റെ ജീവിതത്തിൽ ആമേൻ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ദൈവം സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഏത് വിഷയമായിക്കൊള്ളട്ടെ, നീ ഭാരപ്പെടുന്ന നീറുന്ന കടഭാരമായിക്കൊള്ളട്ടെ, ആമേൻ സ്തോത്രം ഏത് നിന്നയായിക്കൊള്ളട്ടെ, ഏത് പരിഹാസമായിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിൽ സ്വർഗത്തിൻ്റെ കരം ഇറങ്ങി വരുവാനിടയായി തരും. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ മുട്ടുമടക്കി ഒരു സഹോദരന് വേണ്ടി, ഒരു സഹോദരിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് വിടുതൽ സ്വർഗം ആമേൻ അയക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മുടെ വിഷയമായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ കൈക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് നമുക്കൊരു ഭാരമുണ്ടായിരിക്കണം. ആമേൻ സ്തോത്രം നാം എപ്പോഴും ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് അറിയിക്കുവാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ നിൽക്കുവാൻ, മറ്റുള്ളവർ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥന വിഷയങ്ങളാക്കി മാറ്റണം. മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സ്തോത്രം നമ്മുടെ പ്രാർത്ഥന ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത്യാവശ്യം അത്രേ. ഹല്ലേലൂയ. ആമേൻ. ഏത് സ്തോത്രം ഹല്ലേലൂയ ഏത് മാറാ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലിയതുമായ അത്ഭുതങ്ങളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു പ്രാർത്ഥന അനുഭവത്തിന് നമുക്ക് തുടക്കമിടാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് ഒരുപക്ഷെ സ്തോത്രം അല്പനേരമായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കുവാൻ ആമേൻ ബലമുള്ളത്. ഹല്ലേലൂയ. ആ തന്നിരിക്കുന്ന ദൈവകൃപയെ ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ ആമേൻ കണ്ണുനീരോടുകൂടെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഭാരങ്ങൾ ആമേൻ സ്തോത്രം അവൻ മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ നീറുന്ന വിഷയത്തിൻ്റെ മേലെ ആമേൻ സ്തോത്രം അസാധാരണമായ ദൈവപ്രവൃത്തികൾ നമ്മുടെ കണ്ണുകൾ കാണാൻ സ്തോത്രം ദൈവം ചെയ്യുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കുവാനിടയായിത്തീരും. തൻ്റെ ദൂതന്മാരയച്ച് നമുക്ക് വിടുതൽ നൽകുന്ന ദൈവം. നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ആമേൻ സ്തോത്രം ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം സകലതും ചെയ്ത് ഇരട്ടിയായി അവൻ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്ത ദൈവം. ആമേൻ സ്തോത്രം. നിങ്ങൾ എന്ത് ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം മടക്കി നൽകുവാൻ കഴിയുന്ന ഏക ദൈവം യേശു ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. അവൻ തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹങ്ങളെ സകലതും അവൻ നിറവേറ്റുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ആമേൻ ഞാൻ പ്രാർത്ഥിക്കുമെന്നൊരു തീരുമാനമെടുത്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ വിഷയങ്ങൾ ഞാൻ ലോകത്തോട് ഞാൻ പറയത്തില്ല. എൻ്റെ വിഷയങ്ങൾ ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഞാൻ എൻ്റെ സ്തോത്രം ആമേൻ സ്തോത്രം ഈ ലോകത്തിലെ ഏതെങ്കിലും പ്രഭുക്കാരന്മാരുടെ മുൻപിലോ അല്ലെങ്കിൽ സ്തോത്രം ഒരു രാജാവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു മനുഷ്യൻ്റെ മുമ്പിലും ഞാൻ മുട്ടുമടക്കത്തില്ല. ദൈവസന്നിധിയിൽ ഞാൻ മുട്ടുമടക്കും. ഹല്ലേലൂയ. എൻ്റെ വിഷയങ്ങളെ കേൾക്കുന്നൊരു സ്വർഗമുണ്ട്. എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു സർവ്വശക്തിയുള്ള ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഇന്നാരെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തോടുകൂടെ വിശ്വാസത്തിൻ്റെ നായകൻ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ പൂർത്തി വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മുടെ ആരംഭം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആരംഭം അല്പമായിരുന്നാലും ആമേൻ സ്തോത്രം നമ്മുടെ അവസാനം അവൻ സമ്പൂർണ്ണമാക്കി മാറ്റുന്ന ദൈവമുണ്ട്. അവൻ അത്ഭുത മന്ത്രി. ആമേൻ സ്തോത്രം. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവർ, നിങ്ങളെ സഹായിക്കുവാൻ ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കാം. ആമേൻ. ലോകം നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കാം. നിൻ്റെ പ്രാർത്ഥനകൾക്ക് നിന്നെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം നിന്നെ വിലമതിക്കാത്തവരുടെ നടുവിൽ നിന്ന് ആമേൻ സ്തോത്രം നിന്നെ സ്തോത്രം തള്ളിയവരുടെ നടുവിൽ നിന്നെ ഒരു മാന്യപാത്രമാക്കി മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരു സ്വർഗം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ആമേൻ. വിശ്വാസത്തോടുകൂടെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ബൈബിൾ തുറന്ന് വേദവാക്യങ്ങൾ വായിച്ച്
ആമേൻ സ്തോത്രം ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുവാൻ, ദൈവത്തോട് സ്തോത്രം ചേർന്നിരിപ്പാൻ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെയും സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തികഞ്ഞ ദൈവാശ്രയം നമ്മിൽ ഉണ്ടാകട്ടെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ ഉയർത്തി മാനിക്കുന്ന ദൈവം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രകാരം സ്തോത്രം. ഹല്ലേലൂയ. കേട്ട വചനപ്രകാരം നമ്മെ തന്നെ സമർപ്പിച്ച് ഹല്ലേലൂയ ഒരു പടി കൂടെ ദൈവത്തോട് അടുക്കുവാൻ. ആമേൻ സ്തോത്രം. ഒരു പടി കൂടെ ലോകത്തിൽ നിന്ന് അകന്ന് ഒരു പടി കൂടെ ക്രിസ്തുവിനോട് അടുക്കുവാൻ. ഹല്ലേലൂയ. അവനോട് പറ്റിച്ചേരുവാൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. ആമേൻ.